ഷസാമിൻ്റെ എക്സ്പീരിയൻസിൽ റിലേഷൻഷിപ്പിൽ ഒരു റെഡ് ഫ്ലാഗ് അല്ലെങ്കിൽ ഗ്രീൻ ഫ്ലാഗ് എന്ന് തോന്നുന്നത് എന്തൊക്കെയാണ്? ഒരാളെ വേറൊരു വ്യക്തിയായി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു സാധനമുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ഈസ് എ ഹ്യൂജ് റെഡ് ഫ്ലാഗ് ഫോർ മീ. നമ്മൾ എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മളെ വേറൊരു വ്യക്തിയായി മാറാനോ നമ്മളെ ഇഷ്ടങ്ങളെ മാറ്റാനോ ഇറ്റ്സ് നോട്ട് നൈസ്. ഈ റീൽസ് ടൈം അല്ലാതെ ഒരു പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ്? എനിക്കെപ്പോഴും പേഴ്സണൽ എല്ലാ മാസവും ഒരു 3-4 ദിവസം ഒന്നും ചെയ്യില്ല. ആരൊക്കെ ഇനി എന്ത് വന്നാലും എന്ത് പ്രോഡക്റ്റ് ആയാലും ഇറ്റ്സ് മൈ ടൈം റിലാക്സ്. ദുബായിലാണ്, എനിക്കൊന്നും ഒട്ടുമിക്ക ആൾക്കാർക്കും അത് അറിയില്ല എന്ന് തോന്നുന്നു. ഇല്ല ഞാൻ ഇപ്പോൾ ദുബായിലാണ്. അപ്പം അതുകൊണ്ടാണ് തോന്നുന്നത് ഇടയ്ക്ക് എന്തോ ടാക്സിന് ഇത് നിങ്ങൾ ദുബായിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ചിലവർ എങ്ങനെ പറഞ്ഞു, ഞാൻ മറ്റേ നാടിന്ന് എസ്കേപ്പ് ചെയ്തത് ഇങ്ങോട്ട് മറ്റേ ഗഫൂർക്ക ദോസ്തിന്റെ ഷിപ്പ് വഴി ഞാൻ ഇവിടെ എത്തിയെന്നൊക്കെ. അല്ല, ഞാൻ ദുബായ് വന്നത് ഇവിടുത്തെ ഒരു ഞാൻ ടെക് പരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര സിമ്പിളാണ് ഇവിടെ കിട്ടാനായിട്ട്. പിന്നെ ഐ വോണ്ടഡ് എ ഡിഫറെൻറ്റ് സീൻ ഓൾസോ. എനിക്ക് പണ്ട് തൊട്ട് ദുബായ്, ഐ ലവ് ദുബായ്. ഞാൻ കുറേ നാൾ ഇവിടെ ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം. ആൻഡ് ഇവിടെ എന്തെങ്കിലും പ്രൊമോഷൻസ് കിട്ടുമോ, ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സാധനം നോക്കാൻ വന്നതാണ്. പിന്നെ ദർ ആർ സം അതർ തിങ്സ് വെച്ച് എനിക്കിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ പറയാം, നാട്ടിൽ തന്നെയാണ് എൻ്റെ വാട്ട് എവർ ദ പ്രൊമോഷൻസ് നാട്ടിൽ നിന്ന് വന്നാൽ അതിനുള്ളത് ടാക്സ് കൊടുക്കണം. എൻ്റെ ഈ ആഡ്സെൻസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നാട്ടിലാണ്. ഡിലീറ്റിങ് ആഡ്സെൻസ് ആൻഡ് ഇവിടെ ഒരു ആഡ്സെൻസ് തുടങ്ങുക എന്നൊക്കെ പറയുന്ന ഒരു വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് എന്തായി മാറുമെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഐ ഡോണ്ട് വോണ്ട് ടു റിസ്ക് ദാറ്റ്. സോ വാട്ട് എവർ ഐ എം മേക്കിംഗ് വിത്ത് കോൾ മി ഷസാം ആൻഡ് ലൈഫ് ഓഫ് ഷസാം, അത് നാട്ടിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ. ഇത് പറഞ്ഞു കൊടുത്താൽ ചൊറിയാൻ വേണ്ടി വരണ കുറേ എണ്ണമുണ്ട്. അമ്മമാർക്കൊക്കെ പിന്നെ നമുക്ക് അങ്ങനെ എത്ര പ്രാവശ്യം നമ്മൾ റിയാക്ട് ചെയ്യും? ഒറ്റ പ്രാവശ്യം ചെയ്യുള്ളൂ, ഇനി ചെയ്യില്ല. അങ്ങനെ ഷസാമിന്റെ ഇത്രയും നാളത്തെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ ഒരു ഹൈലൈറ്റ്സ് എന്താണെന്ന് തോന്നിയിട്ടുള്ളത് സ്വയം? ഇറ്റ്സ് റൈറ്റ് നൗ ഇറ്റ്സ് ഗ്രേറ്റ്. ബട്ട് ഞാൻ വിചാരിക്കാത്ത കുറേ സാധനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ടെഡെക്സിൽ സംസാരിച്ചിട്ടുണ്ട്. ഐ വർക്ക് വിത്ത് ഒരു ചെറിയ ആഡ് വിത്ത് BQ ഐക്യൂൻ്റെ. ലോട്ട് ഓഫ് തിങ്സ്. ചില ICC വേൾഡ് കപ്പ് ആ ഒരു ബൗണ്ടറി ലൈനിൽ നിന്ന് കാണാനുള്ള ഭാഗ്യം. ജസ്പ്രീത് ബുംറയെ കണ്ടിട്ടുണ്ട്. ICCയുടെ ഒഫീഷ്യൽ ടാഗ് പേജുമായിട്ടുള്ളൊരു വർക്ക്, യൂട്യൂബുമായിട്ടുള്ളൊരു ബന്ധമാണെങ്കിലും ഇൻസ്റ്റ ആയിട്ടുള്ള ഒരു നമുക്ക് കിട്ടുന്ന ഒരു റെക്കഗ്നിഷൻ ആണെങ്കിലും, ദീസ് ആർ ഓൾ സംതിങ് വിച്ച് ഐ ഹാവ് നെവർ ഇമാജിൻഡ്. നമ്മളൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. നമ്മൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വരുന്ന ഞാൻ പറഞ്ഞ ഹാപ്പിനെസ്സുകളാണ് ഈ സാധനം. ഇതിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും നമ്മൾ ഒരു പ്രൗഡ് മൊമെൻറ്റ് ഉണ്ടാവുമല്ലോ നമ്മൾ ചെയ്ത കാര്യങ്ങൾ. ഇപ്പം ഷസാമിന് തോന്നി ഷസാം നീ കൊള്ളാടാ എന്ന് തോന്നിയ ഒരു മൊമെൻറ്റ് ഏതായിരുന്നു? അല്ല, അങ്ങനെ തോന്നിയിട്ടില്ല ബ്രോ. എന്ത് നല്ലത് വന്നാലും ഐ എം ലൈക്ക് ഗുഡ്, വെരി നൈസ്. അല്ലാതെ നമുക്കൊരു പിൻ പോയിന്റ് ചെയ്യുന്നൊരു സാധനം ഇല്ല. ഐ എം ജസ്റ്റ് എൻജോയിങ് ലൈഫ്, പീസ് ആക്ച്വലി. ഇറ്റ്സ് ലൈക്ക് ഐ സെഡ്, എനിക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ക്വാറലിങ്ങും അങ്ങനത്തെ പരിപാടിയൊന്നും, ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്നപ്പോൾ നിങ്ങൾ ചെയ്തോ. അതാണ് വേറൊരു വീഡിയോയും ഞാൻ ചെയ്തത്. ഒരുത്തം വന്നിട്ട് എവൻ്റെ ഇത് തമാശ കേട്ടിട്ട് എനിക്ക് മാത്രമാണോ ചിരി വരാതെ, എടാ നിനക്ക് കാണണ്ട. ഞാൻ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു, എടാ നോട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരാളെ ബ്ലോക്ക് ചെയ്യാം, ഇതേ സാധനം തന്നെ നമുക്ക് യൂട്യൂബിലും ചെയ്യാം, ബ്ലോക്ക് ദിസ് ചാനൽ ചെയ്, നിനക്ക് കാണണ്ട, നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാനില്ല, ബ്ലോക്ക് ചെയ്. ഞാൻ തന്നെ പറയുന്നു, ബ്ലോക്ക് ചെയ്തോ. അല്ല, കാണുകയും വേണം എന്ന കമന്റ് പറയും വേണം എന്നുള്ള ഒരു അവിടെയാണ് ആ പ്രശ്നം. ബോക്സ് കാണുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാലേ നടക്കും. എനിക്ക് ഇപ്പോൾ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ഷസാം എങ്ങനെയുള്ള ഒരു പാരന്റ് ആയിരിക്കും ഭാവിയിൽ പാരന്റ് ആവുകയാണെങ്കിൽ? അങ്ങനെ ആവുകയാണെങ്കിൽ തോന്നല്ലേ ബ്രോ, എനിക്ക് വെരി ഡിഫറെന്റ് തോട്ട് പ്രോസസ് ഉള്ള ഒരു വ്യക്തി. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ദർ വാസ് എ ടൈം, ബിക്കോസ് അന്ത കാലം എന്നൊക്കെ നമ്മൾ പറയണമല്ലേ, ദർ വാസ് എ ടൈം ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് മാരിഡ്, ഫാമിലി,
അതായത് നമ്മളൊരു 25 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ കണ്ടീഷൻഡ് ആണ്. അതെ അതെ ഇപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ കെട്ടിക്കോണം. അതേപോലെ ഞാൻ ജോലി കിട്ടിയ ഉടനെ കെട്ടാൻ വേണ്ടിയാണ് നാട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാരി പ്രേമം പടക്കൊഴിയൊന്നുമില്ല എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ പിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള സാധനം, അതായത് സിനിമ എന്ന് പറയുന്ന സാധനത്തിലോട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയും അങ്ങനെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ലൈക്ക് ദർ ആർ സർട്ടൻ അതർ തിങ്സ് വിച്ച് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ആൻ ഇൻഡിവിജ്വൽ. ഇതൊക്കെ കംപ്ലീറ്റ്ലി എൻ്റെ പെർസ്പെക്റ്റീവുകളാണ്. ഞാൻ പറയാം പല ആൾക്കാർക്കും പലതാണ്. ചില ആൾക്കാർക്ക് ഒരു വ്യക്തിയുണ്ട്, അവർ ആങ്കേർഡാണ്. ആ വ്യക്തി പോയാൽ തീർന്നു, അവരുടെ ലൈഫില്ല. ഞാൻ എപ്പോഴും പറയാം അതല്ല, അവർ പോയാൽ യുവർ ലൈഫ് സ്റ്റിൽ ദെയർ, സ്റ്റിൽ ഗോയിങ്. സിനിമ ഇനിയുണ്ടോ? ഭാവിയിൽ സിനിമയ്ക്ക് ട്രൈ ചെയ്യുന്നുണ്ടോ? ആഗ്രഹമുണ്ട്. എന്തായാലും വരണമെങ്കിലും എടുത്തിട്ട് കോക്കിനെ കൊണ്ട് റിവ്യൂ മലങ്കൽ ടാണോ അല്ലേ അത് പുള്ളി പറയട്ടെ. അങ്ങനെ അത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ്, കോക്കിനെ കൊണ്ട് റിവ്യൂ ചെയ്യുക. പക്ഷെ ശരിക്കും ഈ റിവ്യൂസ് സിനിമയെ തകർക്കുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. ഇഫ് യു ആർ ടേക്കിംഗ് ഗുഡ് പ്രോഡക്ട്സ് ഇറ്റ് വിൽ വർക്ക് ഇറസ്പെക്റ്റീവ് ടു ഹൂ എവർ സൈസ്. ആരെന്ത് പറഞ്ഞു അതിലൊന്നുമില്ല. ഇപ്പം ഞാൻ ആൾക്കാർ ഭയങ്കരമായിട്ട് മാറി. ഡിഫറൻസ് ഇൻ ക്യാരക്ടേഴ്സ് ഇസ് വാട്ട് വി ആർ ലുക്കിംഗ് അറ്റ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരു സിനിമ കാണുന്ന സമയത്ത് ഡിഫറൻസ് ആണ് ആൾക്കാർ നോക്കുന്നത്. ഇപ്പോൾ നസ്ലിനും മമിതയും ഒക്കെ ആ പ്രേമലൂല് ചെയ്തത് ഒരു ഫ്രഷ്നെസ് ഉണ്ട്, മനസ്സിലായി? ഈവൻ ദോ ഇറ്റ്സ് എ പ്രെഡിക്റ്റബിൾ തിങ് ബട്ട് ദർ ഇസ് എ ഫ്രഷ്നെസ് ടു ദാറ്റ്. അപ്പോൾ അതാണ് അത് ക്രാക്ക്. ഇപ്പം മമ്മൂക്ക ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ഭയങ്കര കൗതുകമാണ്. ഈസ് ഡൂയിങ് കാതൽ, ഈസ് ഡൂയിങ് റൊഷാക്ക്, നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ള ബ്രഹ്മയുഗം, ദ വേ ഹി വാസ്, ദ ടെറിഫൈങ്, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസ്. അപ്പോൾ അതാണ് പറയുന്നത്, ആ ഡിഫറൻസ് ആസ് വാട്ട് വി ആർ ആസ്കിങ്. ഇപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്നത് അതാണ്, ഗിവ് എ സംതിങ് ഡിഫറെൻറ്റ്. നമ്മൾ കണ്ടു, വി നോ ഹൂ യു ആർ. ലാലേട്ടൻ എന്ന് പറഞ്ഞ രക്ഷകനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് വേണ്ട എന്തുകൊണ്ട് ജയിലറിൽ ആ കുറച്ച് ഭാഗം നമുക്ക് ലാലേട്ടൻ്റെ അടുത്ത് വി ആർ സീയിങ് എ വെരി ഡിഫറെൻറ്റ് ലാലേട്ടൻ ഇൻ ദാറ്റ് മൂവി. നമുക്കെപ്പോഴും ഫ്രഷ്നെസ് വേണം. കാരണം എനിക്കൊന്ന് മലയാളി ഓഡിയൻസ് മാറി. കാരണം പണ്ട് ഒരു 2 പേര് സംസാരിച്ചിരുന്ന കാലത്ത് ഇന്ന് ഒരു 10-15 പേര് പല ഗ്രൂപ്പുകളായിട്ടിരുന്നാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. അതിൽ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ പണ്ട് നല്ല സിനിമ ഓക്കെ, പക്ഷേ ഇന്ന് കഥ, തിരക്കഥ, ലൈറ്റ്, എഡിറ്റിംഗ്, സൗണ്ട്, ഇതെല്ലാം നമ്മൾ അത് ഒരു വലിയ മലയാളി ഓഡിയൻസിന് വന്നൊരു വലിയ മാറ്റം. ടെക്നിക്കലി ഭയങ്കരമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഞാൻ പണ്ട് വളരെ ചെറിയ പേരാണ് മറ്റവിടെ ചെറിയ ഡിഫറൻസ്, അവിടെ ഡ്യൂപ്പാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുവാൻ. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ദേ നോ സ്റ്റഫ്. ഞാൻ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എനി വൺ. ബിക്കോസ് എല്ലാവർക്കും ഞാൻ അതാണ് പറഞ്ഞത്, ഈ സിനിമകൾ ഫ്ലോപ്പ് ആവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് അത് നല്ലതെന്ന് തോന്നുന്നതല്ല. ഞാൻ RDX ഭയങ്കര ഹിറ്റായെന്ന് പറഞ്ഞാൽ അത്രയും യൂത്ത് ആയിട്ടുള്ള പിള്ളേർ വന്നിട്ട് മറ്റേ മാർഷൽ ആർട്സും ബഹളവും ഒക്കെ കാണിക്കുമ്പോൾ വിത്ത് ആ ഒരു അൻപറിവ് എന്ന് പറഞ്ഞൊരു ടാഗും ആ നടന്മാർക്ക് ആ ഒരു സ്റ്റണ്ട് ഡയറക്ടറിന്റെ വിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതൊക്കെ അതാണ് ആ പടത്തിൻ്റെ ഒരു USP എന്ന് പറയുന്നത്. അപ്പോൾ യു ഫൈൻഡ് യുവർ USP. ഞാൻ വളരെ മീഡിയോക്കർ ആയിട്ടുള്ള ഒരു പടം എടുത്ത് വെച്ചിട്ട് ഇത് ഗംഭീരമാക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല. പക്ഷെ ചില സിനിമകൾ നമ്മളെ പറ്റിക്കപ്പെടും. മലയാളത്തിലൊരു ക്ലാസിക് മൂവി എന്ന് പറഞ്ഞാൽ, ഒരു ക്ലാസിക് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഷസാമിന് ആരാണ്? പത്മരാജൻ സാർ. അയ്യോ, ക്ലാസിക് എന്നൊന്നുമല്ല, പുള്ളി ഈസ് ക്രേസി. പുള്ളിയുടെ ഒരു തോട്ട് പ്രോസസ്സും പുള്ളിയുടെ ആ ഒരു ധൈര്യമൊക്കെ ഉണ്ടല്ലോ, ഓ മാൻ, ലവ് ഹിസ് മൂവീസ്. ഞാൻ ഗന്ധർവനായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പുള്ളിയുടെ ഒരു പടങ്ങൾ ഇപ്പോഴും ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ അതാണ് പറയുന്നത്, ചില സിനിമകളും ചില സിനിമയിലെ ക്യാരക്ടേഴ്സ്, എനിക്ക് ക്യാരക്ടർ ഡ്രിവൺ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ മെസ്സേജ് എന്നുള്ളതിനെക്കാട്ടിലും വേറൊരു വ്യക്തിയുടെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഞാൻ അതാണ് പറഞ്ഞത്, ചില ഒരുപാടുണ്ട് കേട്ടോ ക്ലാസിക് ഫിലിംസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സ് ആണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഒരു പോയിന്റിൽ IV ശശിയൊക്കെ വേറെ ലെവലായിരുന്നു ഇല്ലേ? മമ്മൂക്ക IV ശശി കൊളാബറേഷൻ ലൈക്ക് നെക്സ്റ്റ് ലെവൽ. അതേപോലെ ഒരു പ്രിയദർശൻ മൂവീസ്, ജോഷി പടങ്ങൾ, പ്രിയദർശൻ പടങ്ങൾ ഇപ്പോഴും വി വാച്ച് ഇറ്റ്. അതുകൊണ്ട് ഏതാ അരം പ്ലസ് അരം കിന്നരവും അമ്മാവ ആളറിയാം, പിന്നെ അത് പിന്നെ മറ്റേ സാധനത്തിന് മഴ പെയ്യുന്നു മന്ദളം കൊട്ടുന്നു. പിന്നെ അതേപോലെ കുറച്ചും കൂടെ വരുമ്പോൾ നമുക്ക് ഇപ്പോഴും കാണുന്ന ഒരു പടമുണ്ട് സിനിമ, പുതുക്കോട്ടയിലെ രാജസേനൻ, അതുപോലെ റാഫി മർക്കാട്ടിൻ. അതാ ഇവരെയൊക്കെ ഒരു പ്രൈം ടൈമിൽ അവർ തന്ന പടങ്ങൾ
വേറെ ലെവൽ ഫ്രഷ്നെസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് കാണാൻ പറ്റിയ കുറേ സിനിമ ഒരുപാട്. അതാണ് നമുക്ക് മാത്രമേ അതുള്ളൂ കേട്ടോ. എൻ്റെ കാഴ്ച എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. നമുക്ക് മാത്രം അങ്ങനെ കുറേ. ഇപ്പം സിദ്ദിഖ് സാറിൻ്റെ പടങ്ങൾ, സിദ്ദിഖ് ലാൽ പടങ്ങൾ, അത് വേറൊരു എത്രയോ പടങ്ങൾ റൈറ്റ്സ് മേടിച്ച് ബോളിവുഡിൽ ചെയ്തേക്കും. ദാറ്റ് ഇസ് എ പ്രൈം എക്സാമ്പിൾ ദാറ്റ് അവർ കോണ്ടന്റ് ഇസ് റിയലി ഗുഡ്. ഞാൻ എപ്പോഴും കാണുന്ന ഒരു സിനിമയാണ് ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ്, മമ്മൂട്ടി അഭിനയിച്ച. മമ്മൂക്കാര. അതെ. അയ്യോ, പിന്നെ മറ്റേ സാധനം, മറ്റേ സിക്സ്ത് സെൻസ് വരുന്ന ഒരു പടം, അയ്യർ ദ ഗ്രേറ്റ്. പിന്നെ ലോട്ട് ഓഫ് മൂവീസ്, പ്രേം നസീർ പടങ്ങൾ വരെ ഞാൻ പണ്ട് നമ്മൾ ദൂരദർശന്റെ സാധനമാണ് കേട്ടോ. ദൂരദർശനിൽ ഉച്ചയ്ക്ക് എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇരുന്ന് കാണും. ഞാൻ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ ഇരുന്ന് കുത്തിയിരുന്ന് കാണുമായിരുന്നു. പ്രേം നസീറിന്റെയും ഷീലയുടെയൊക്കെ പേരൊന്നും ചോദിക്കരുത്, പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെയോ കഥ അറിയാം. ഇവരൊക്കെ വരും, ഉമർ, സത്യമാശ് ഒക്കെ വരുന്ന. ഇതിന്റെ പേരെനിക്കറിയില്ല, ബട്ട് ഐ യൂസ് ടു വാച്ച് മൂവീസ് ബിക്കോസ് അന്ന് അതേ ഉള്ളൂ. നമുക്ക് വേറെ ചോയ്സ് ഇല്ല. only this is the only choice. ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഇനി പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ റിപ്പീറ്റ് വാല്യൂ ആയിരിക്കാം, ഐ ഡോണ്ട് നോ. പക്ഷേ ഫോർ മീ ഐ ഡോണ്ട് തിങ്ക് നമുക്ക് ഒരു 2 പ്രാവശ്യം ഓക്കെ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ മറ്റൊന്നൊക്കെ പിന്നെ എവർഗ്രീൻ ആണ്. ജസ്റ്റ് ലൈക്ക് റഹ്മാൻ ആൻഡ് ഇളയരാജ, ദേ ആർ എവർഗ്രീൻ. എത്ര പേര് വന്നാലും അവര് തന്നെ ഒരു മെലോഡി. ഞാനൊക്കെ ഇപ്പോഴും ഒരു ഹെഡ്സെറ്റൊക്കെ കിട്ടുമ്പോൾ കേൾക്കുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് ഇളയരാജയുടെയും എ ആർ റഹ്മാന്റെയും ഒക്കെ റാഫി സാറിൻ്റെ ഒക്കെ പാട്ടുകളാണ്. ബിക്കോസ് അവർ ആ തരുന്ന ഒരു ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് ഇപ്പം എല്ലാം മറ്റേ ഇലക്ട്രിക്കൽ പരിപാടികളാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. ഒരു ഓർക്കസ്ട്രിക് ആയിട്ടുള്ള പാട്ടുകൾ കുറവാണ്. ഇപ്പോൾ ഒരു ഹാൻഡ് സിമ്മർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഹാൻഡ് സിമ്മറൊക്കെയാണ് ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ നമുക്ക് തരുന്നത്. നമുക്കതിങ്ങനെ ഇത് ഇന്ന ഇൻസ്ട്രുമെന്റ് ആണ് നമുക്കിങ്ങനെ ഇങ്ങനെ സെഗ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാം മറ്റേ ഒരു ചട്ടപ്പെട്ട സാധനമാണ്. 80s and 90s സോങ്സിനൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇമോഷണലി ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് പറ്റും. പിന്നെ അത് ആ ഒരു രസമായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആ ഒരു സംഭവം മൊത്തം അങ്ങനെ വന്ന ആൾക്കാരാണ്. പക്ഷേ 90s പറയുമ്പോൾ നമ്മുടെ അമ്മാവനും അമ്മായിയൊക്കെ ആവും. നമ്മൾ മറ്റേതായിരുന്നു തന്ത വൈബ്സ്. അതൊക്കെ ഓരോ ആൾക്കാരൊക്കെ ഇടുന്ന പേരല്ലേ, ലെറ്റ് ബി. തന്തയെങ്കിൽ തന്ത വൈബെങ്കിൽ തന്ത വൈബ്. At the end of the day നമ്മുടെ മെന്റൽ ആണല്ലോ നമുക്ക്. You don't have to prove anybody anything. ഞാൻ പോലെ എല്ലാവരും യു ലിവ് യുവർ ലൈഫ്, ജസ്റ്റ് ഫേസ് ദ കോൺസിക്വൻസസ്. എനിക്ക് അത്രേ പറയാം. എന്തെങ്കിലും ഊളത്തരം കാണിച്ചിട്ട് അയ്യോ അമ്മോ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. യു ഫേസ് ദാറ്റ് ഓൾസോ. നമ്മളെടുത്ത ഡിസിഷൻ ആണ് അത്. I took that decision, so I will face it. സോ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എന്തൊക്കെയാ? നാളെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ലല്ലോ. എനിക്കറിയില്ല ഇത് ഇങ്ങനെ അങ്ങ് പോകുന്നത് വെച്ച്. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം ഒരു പടം ഡയറക്റ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. സം ഡേ ദാറ്റ് വിൽ ഹാപ്പൻ എന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് സീ. അപ്പം സിനിമ ഉണ്ടാവട്ടെ, അതിഗംഭീരമായ സിനിമ ചെയ്യട്ടെ. കോക്കിനെ കൊണ്ട് അത് റിവ്യൂ ചെയ്യിക്കട്ടെ. കോക്ക് എന്തായാലും ചെയ്യും. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല, ആൾക്കാർ പറയോ നീ ചെയ്യ, എന്നിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അത് എല്ലാണോ വരും. ഇഷ്ടപ്പെട്ടാലും പറയും ഭയങ്കര മാറ്റം പറയും. എനിവേസ് ലെറ്റ്സ് സീ. അതെ, അപ്പം എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം ആൻഡ് ഇറ്റ് വാസ് ഗ്രേറ്റ്. എല്ലാവർക്കും പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് share guys. Thank you so much. Thank you so much. Superb. Thank you. Okay.